തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊള്ളുന്ന വേദവാക്യമാണിത്. ലോകത്തിൽ വെളിച്ചം സ്ഥാപിക്കപ്പെടണമെന്നതാണ് വേദപുസ്തകത്തിന്റെ സന്ദേശം. വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ കുഞ്ഞാട് തന്നെ വിളക്കായി ശോഭിക്കുന്ന ദൈവതേജസ് നിറഞ്ഞ പുതിയ ലോകത്തിന്റെ മനോഹരമായ രൂപം വർണ്ണിച്ചുകൊണ്ടാണല്ലോ വേദപുസ്തകം അവസാനിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും വെളിച്ചത്തിന്റെ സ്ഥാപനം, വെളിച്ചത്തിന്റെ പുനഃപ്രതിഷ്ഠ, ഇത് വേദപുസ്തകത്തിന്റെ ലക്ഷ്യമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ശേഷം ദൈവം ഈ പ്രപഞ്ചത്തിൽ നടത്തുന്ന ആദ്യ സൃഷ്ടി വെളിച്ചത്തിൻ്റെതാണ്. ദൈവം വെളിച്ചത്തെ സൃഷ്ടിക്കുകയല്ല, പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ദൈവം തന്നെയാണ് വെളിച്ചം. അത് സർവ്വ നന്മയുടെയും ഉറവിടമാണ്. അതാണ് വെളിച്ച സൃഷ്ടിയിലൂടെ ലോകത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. വെളിച്ചത്തിന്റെ വിപരീതമായ അന്ധകാരത്തെ ദൈവം ലോകത്തിൽ സൃഷ്ടിച്ചതായി വേദപുസ്തകത്തിലെങ്ങും നാം വായിക്കുന്നില്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുക്കളിൽ ഏറ്റവും കൗശലമേറിയ ഒരു ജന്തുവിലൂടെയാണ് തിന്മയുടെ പ്രലോഭനവും അന്ധകാര ശക്തികളും ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അതേ തുടർന്ന് വേദപുസ്തകത്തിന്റെ താളുകളിലും ചരിത്രത്തിന്റെ ഏടുകളിലും മനുഷ്യരുടെ മനസ്സുകളിലും അനുദിന ജീവിതങ്ങളുടെ പരിസരങ്ങളിലുമെല്ലാം അന്ധകാര ശക്തികൾ ആധിപത്യം ഉറപ്പിക്കുകയും വെളിച്ചത്തിന്റെയും അന്ധകാരത്തിന്റെയും ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മനുഷ്യ ജീവിതവും ലോക ചരിത്രവും ഈ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ട വേദിയായി മാറുകയാണ്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രതിമയിൽ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം ചിത്രീകരിച്ചിരിക്കുന്നതായി വായിച്ചിട്ടുണ്ട്. ഒരാൾ ക്രൂരനും ഒരാൾ സൗമ്യനുമാണ്. ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ വിട്ടുപോരുവാൻ കഴിയാത്ത വിധം ഈ രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടം നിരന്തരമായി തുടരുകയാണ്. മനുഷ്യ സ്വഭാവത്തിന്റെ നേർക്കാഴ്ച ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രതിമയുടെ ലക്ഷ്യം. ഓരോ വ്യക്തിയിലും ഒരു ക്രൂരനായ അഹങ്കാരിയും സ്വാത്വികനായ സന്യാസിയും താമസിക്കുന്നു എന്നും അവർ തമ്മിലുള്ള പോരാട്ടമാണ് മനുഷ്യജീവിതമെന്നും ഈ പോരാട്ടത്തിൽ ആരെ ജയിക്കുന്നുവോ അതിനെ ആശ്രയിച്ചാണ് മനുഷ്യജീവിതത്തിന്റെ വിജയം നിർണ്ണയിക്കപ്പെടുന്നതെന്നും പ്രശസ്ത തത്വചിന്തകനായ ജോസഫ് ക്യാമ്പൽ പറഞ്ഞിരിക്കുന്നു. ക്രൂരനായ അഹങ്കാരി വിജയിക്കുന്നിടത്തെല്ലാം തിന്മ വിജയിക്കുകയും അന്ധകാരം വ്യാപിക്കുകയും ചെയ്യുന്നു. സാത്വികനായ സന്യാസി വിജയിക്കുന്നിടത്തെല്ലാം നന്മ വിജയിക്കുകയും വെളിച്ചം വ്യാപരിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സമൂഹത്തിൽ തിന്മയുടെ വിജയം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന പ്രഖ്യാപനവുമായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം തന്നെ ലോകത്തിൽ വെളിച്ചത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുക എന്നതായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ വിശുദ്ധ ഏവങ്കലിയോൻ ഭാഗത്തെ നാം പഠിക്കേണ്ടത്. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് കർത്താവ് കാഴ്ച നൽകുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞവനായിരുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ സംഭവമാണ് അന്ധന് കാഴ്ച കൊടുക്കുന്ന അത്ഭുതം. ഇവിടെ ഒരു അത്ഭുതം വിവരിക്കുക, പ്രവൃത്തി വിവരിക്കുക എന്നതിലുപരി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നും എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലൂടെ വെളിച്ചം ലോകത്തിൽ വ്യാപരിക്കുന്നു എന്നുമുള്ള വലിയ സന്ദേശം യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്ന സുവിശേഷ പ്രഖ്യാപനമായിട്ടാണ് ഈ അത്ഭുതത്തെ യോഹന്നാൻ ശ്ലീഹ വിവരിക്കുന്നത്. ഓരോ മനുഷ്യനിലും അന്ധകാരം സൃഷ്ടിക്കുന്ന വൈകല്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെയാണ് കണ്ണിലേക്കും കാഴ്ചയിലേക്കും ഒക്കെ കടന്ന് കയറുന്നത്. അവയെക്കുറിച്ചുള്ള ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടാകുമ്പോൾ മാത്രമേ അവൻ്റെ കാഴ്ചയുടെ വൈകല്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. പൊതുവെ കാണുന്ന 6 മാനസിക വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. 1 കീഴ്പ്പെടുത്തലിൻ്റെ അഥവാ ആധിപത്യത്തിൻ്റെ വൈകല്യമാണ്. 2 വൈരാഗ്യത്തിൻ്റെയും പകവീട്ടലിൻ്റെയും വൈകല്യമാണ്. 3 പുച്ഛത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വൈകല്യമാണ്. 4 കാമാതുരമായ മാംസദാഹത്തിൻ്റെ വൈകല്യമാണ്. 5 അസംതൃപ്തിയുടെയും നിരാശയുടെയും വൈകല്യം. 6 ദ്രവ്യാഗ്രഹത്തിൻ്റെയും ആർത്തിയുടെയും വൈകല്യം. ഈ വൈകല്യങ്ങൾ എന്നും മനുഷ്യ മനസ്സിലാണ് രൂപപ്പെട്ടു വരുന്നത്. ഈ രൂപപ്പെടുന്ന വൈകല്യങ്ങളാണ് നമ്മുടെ കണ്ണിൽ അന്ധകാരം പടർത്തുന്നത്. അപ്രകാരം കാഴ്ച നഷ്ടപ്പെടുന്നവൻ പൂർണ്ണമായി സാത്താന്റെ പിടിയിൽ അകപ്പെട്ട് മുകളിൽ വിവരിച്ച എല്ലാ ക്രൂര സ്വഭാവങ്ങളുടെയും വിളനിലമായി അന്ധകാരത്തിന് ഇരിപ്പിടമായി അവൻ മാറുകയുമാണ്. കർത്താവ് സൗഖ്യം നൽകുന്ന
പിറവി കുരുടനായ ഈ മനുഷ്യനെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ സൃഷ്ടിയിലേതുപോലെ തന്നെ മണ്ണ് കുഴച്ച് അവൻ്റെ ദൃഷ്ടി ക്രമപ്പെടുത്തുകയാണ് കർത്താവ് ആദ്യം. അതിനെ തുടർന്ന് ഒരു വീണ്ടും ജന്മത്തിൻ്റെ കഴുകലിന് വേണ്ടി അവനെ ശീലോഹാമിലേക്ക് കർത്താവ് അയക്കുന്നു. അവൻ മടങ്ങി വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നതായി നമുക്ക് കാണാം. പിന്നീട് അവൻ പരീശന്മാരെയോ ഏതെങ്കിലും ഒരു അന്ധകാര ശക്തികളെയോ ഭയപ്പെടാതെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വന്നവനാണെന്നും അവൻ ദൈവപുത്രനാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാം. നീതിസൂര്യനായ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വെളിച്ചമായി ഉദയം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന അത്ഭുതം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അവൻ അകമേ രൂപാന്തരം പ്രാപിച്ചവനായി മാറിയിരിക്കുന്നു. ഈ ആന്തരിക മാറ്റത്തെയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദനെന്നും, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദനയെന്നും റോമാലേഖനം 2:28 പറയുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. ഇപ്രകാരം ഒരു ആന്തരിക വെളിച്ചം പ്രാപിക്കുവാൻ നമുക്കും കഴിയട്ടെ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ആന്തരിക വെളിച്ചമായി ഉദയം ചെയ്യുവാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.